ഹലോ ഗൈസ്, ഇതാണ് പുന്നത്തൂർ കോട്ട. ഗുരുവായൂരിനടുത്തുള്ള ആനക്കോട്ട എന്നറിയപ്പെടുന്നത് ഈ കൊട്ടാരമാണ്. 1975 ഗുരുവായൂർ ദേവസ്വം ഭക്തർ വഴിപാടായി അർപ്പിക്കുന്ന ആനകളെ പാർപ്പിക്കാനായി ഈ കൊട്ടാരം ഏറ്റെടുത്തത്. എന്നാൽ ഇത് നമുക്ക് വളരെ സുപരിചിതമായൊരു കൊട്ടാരമാണ്. ഇവിടെ വെച്ചാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1989 ഈ സിനിമ ഇവിടെ വെച്ച് ചിത്രീകരിക്കപ്പെട്ടത്. നിരവധി രംഗങ്ങൾ ഈ കൊട്ടാരത്തിനും പരിസരത്തും വെച്ച് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. മമ്മൂട്ടി നായകനായ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രമാണ് ഇവിടെ ചിത്രീകരിക്കപ്പെട്ടത്. ഇന്ന് കൊട്ടാരം അല്പം പഴക്കം വന്നിട്ടുണ്ട്. ഏകദേശം 400-500 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. അന്നത്തെ പ്രാദേശിക ഭരണകർത്താക്കളാണ് ഇത് നിർമ്മിച്ചത്. പുന്നത്തൂർ രാജാക്കന്മാരാണ് ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടതായി അറിയപ്പെടുന്നത്. ഗുരുവായൂർ കേശവൻ തുടങ്ങിയിട്ടുള്ള നിരവധി ആനകളെ ഇവിടെ പാർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഞങ്ങളിവിടെ എത്തി ഈ കൊട്ടാരവും പരിസരവും കണ്ടു. അതിലൂടെ ഈ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്. അവർ താമസിക്കുന്നത് ഗുരുവായൂരാണ്. ഞങ്ങൾ കൊല്ലത്ത് നിന്നും അവിടെ എത്തി സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവരാണ് ഞങ്ങൾ ഈ കൊട്ടാരത്തിൽ കൊണ്ടുവന്നതും ആനക്കോട്ട കാണിക്കാനായി കൊണ്ടുവന്നത്. ഇത് എൻ്റെ മകനാണ്. അവർ നടന്നു പോകുന്നത്. ഞങ്ങൾ ഈ കൊട്ടാരവും പരിസരവും ചുറ്റി നടന്ന് ഒരുപാട് കണ്ടു. അപ്പോൾ മനസ്സിലേക്ക് പഴയ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ മിന്നി മറഞ്ഞുകൊണ്ടേയിരുന്നു. പഴയ രാജാക്കന്മാരും അവരുടെ ജീവിതശൈലികളുമൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു വല്ലാത്തൊരു ഫീലിംഗ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. പഴയ കാലഘട്ടമല്ല, എത്ര മനുഷ്യർ ഇവിടെ ജീവിച്ച് മാഞ്ഞു പോയിട്ടുള്ളവരായിരിക്കും. നമ്മളിന്നും ആ ചരിത്രങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. ആ കൊട്ടാരത്തിനകത്ത് കയറാൻ നമുക്ക് പെർമിഷൻ ഇല്ല. നമ്മൾ പുറത്ത് നിന്ന് അകത്തേക്കെടുത്ത ചിത്രങ്ങൾ, ഫാനൊക്കെ അവിടെ കറങ്ങുന്നുണ്ട്. അവിടുത്തെ ജീവനക്കാർ ഇതിനകത്ത് താമസമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ചിലവഴിച്ചു. ഒരുപാട് ആനകൾ ഇവിടെ പാർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ചികിത്സകളും പരിപാലനവും ഒക്കെ തകൃതിയായി അവിടെ നടക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിലും മറ്റും ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തും. നാട്ടുകാരായാലും പുറത്തുനിന്ന് വരുന്നവരായാലും ഒരുപാട് പേർ അവിടെ എത്തുകയും സന്ദർശിക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യും. നമുക്ക് കാണുമ്പോൾ അറിയാം. ആനകൾ നിൽക്കുന്നതും അവരെ കാണാനായി ഞങ്ങളാണ് ഈ പോകുന്നത്. ഞങ്ങളിവിടെ എത്തി. കൊല്ലത്തു നിന്നാണ് ഞങ്ങളവിടെ എത്തിയത്. എൻ്റെ സുഹൃത്തും ഞാനും ഗൾഫിൽ ഒരുമിച്ച് നിന്നവരാണ്. അവനെ കാണാനെത്തിയപ്പോൾ അവനാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്, പ്രസിദ്ധമായ ആനക്കോട്ട കാട്ടി തന്നത്. കൊട്ടാരം ഇന്ന് ഒരുപാട് പഴക്കം വന്നിട്ടുണ്ട്. കൊട്ടാരത്തിൻ്റെ പ്രതാപ കാലഘട്ടം ഒരു വടക്കൻ വീരഗാഥ ചിത്രത്തിൽ നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഒരുപാട് പഴക്കം വന്നിട്ടുണ്ട്. നിരവധി ആനകൾ ഇവിടെ പാർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ആനകളുടെ ചികിത്സയും പരിപാലനവും ഒക്കെ അവിടെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.